വർദ്ധിച്ചു വരുന്ന ഗതാഗത നിയമലംഘനങ്ങൾ തടയാൻ പലവിധ മാർഗങ്ങൾ തേടുകയാണ് നമ്മുടെ ഗതാഗത വകുപ്പ്. യാത്രക്കാരെ മൊബൈൽ ആപ്പിലൂടെ ട്രാഫിക് നിയമങ്ങൾ പഠിപ്പിക്കുമെന്നാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. ട്രാഫിക് നിയമ പരിജ്ഞാനം നേടാനാകുന്ന വിധത്തിലുള്ള ആപ്പാണ് രൂപകൽപ്പന ചെയ്യുന്നത്. കുട്ടികൾ മുതൽ MVD ഉദ്യോഗസ്ഥർക്ക് വരെ ഈ ആപ്പ് ഉപയോഗിക്കാൻ കഴിയും. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ട്രാഫിക് ഗെയിംസും ആപ്പിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്കതൊന്ന് കേൾക്കാം. ഞങ്ങളൊരു ആപ്പ് ഉണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്ക് വരെ തങ്ങളുടെ അറിവിനെക്കുറിച്ച് പരീക്ഷിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഒരു ആപ്പ്. അപ്പം നമുക്ക് ടെസ്റ്റ് നടത്താൻ പറ്റും. ഇപ്പോൾ ഒരു കോളേജിൽ പോയിട്ട് കുട്ടികളെ മുഴുവൻ ഇരുത്തിയിട്ട് അവർക്ക് മൊബൈൽ ഫോൺ വഴി ഒരു ടെസ്റ്റ് നടത്താം. ആ ടെസ്റ്റിൽ അവർക്ക് വിജയിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാരും ഈ ആപ്പിലൂടെ പരീക്ഷ പാസ്സാവേണ്ടി വരും. അതിലൊരു വലിയ മാറ്റം നമ്മുടെ കുട്ടികൾ ഗെയിം കളിച്ചു തുടങ്ങുന്നിടം മുതൽ അവിടെ അനിമേറ്റഡ് ക്യാരക്ടറൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ട്രാഫിക്ക് അപ്പോഴും കുഞ്ഞുങ്ങൾ നടക്കാനാണ് പഠിക്കുന്നത്. പിന്നെ സൈക്കിളിൽ വിട്ടാണ് അവിടെ പഠിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു സ്റ്റേജിൽ ആദ്യം നടന്നു പോവുക, സൈക്കിളിൽ പോവുക, റോഡ് എങ്ങനെ ക്രോസ് ചെയ്യണം, റോഡിൻ്റെ ഏത് ഭാഗത്ത് നടക്കണം, ഇതെല്ലാം കാണിച്ചു തുടങ്ങും ഈ ആപ്പ് ആദ്യം. ലെവൽ 1, ലെവൽ 2 അങ്ങനെ ഒരു 42 ലെവൽസ് ഉണ്ട്. ഈ 42 ലെവൽസും കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ഒരാൾ ഡ്രൈവ് ചെയ്യാൻ ട്രാഫിക് ലൈറ്റിനെ കുറിച്ച്, സീബ്ര ലൈനിനെ കുറിച്ച്, എന്ത് ചെയ്യാൻ പാടുണ്ടെന്ന് ചെയ്യാൻ പാടില്ലെന്ന് നമുക്ക് 6 ലാംഗ്വേജിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമാണ് വരുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രതിനിധി അഷിൻ ഡിയാഗോ ആണ്. നിയമലംഘനങ്ങൾ തടയാൻ ഗതാഗത വകുപ്പിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നത് വിവരിക്കാൻ അഷിൻ ഡിയാഗോ തത്സമയം എത്തുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അഷിൻ ഡിയാഗോ. അഷിനെ വഴിയിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അഷിൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടേ തിരിച്ചു വരുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. അതിപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് കിട്ടുകയാണ്. നിയമലംഘകരെ ആപ്പിലാക്കുന്നതിന് മുൻപ് അവർക്കായി തിരുത്തുന്നെങ്കിൽ തിരുത്തട്ടെ എന്ന് വെച്ച് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണല്ലേ നമ്മുടെ ഗതാഗത വകുപ്പ്. സുജയ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് അപകടങ്ങളിൽ ആളുകൾ മരിക്കുന്നതും. അതൊരു നിത്യവാർത്തയായി മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിൽ അടിമുടി പരിഷ്കാരങ്ങൾ വരുത്താൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെ മുന്നോട്ട് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം സാധ്യമായ എല്ലാ വഴിയിലൂടെയും ഇത് എങ്ങനെ കുറയ്ക്കാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു ആപ്പ് പുറത്തിറക്കും എന്നുള്ളതാണ്. കാരണം ട്രാഫിക് നിയമങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പാലിക്കേണ്ടത് എന്നത് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇത് ഒരേപോലെ മനസ്സിലാക്കാനും അതെങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു നൽകുന്നതിനും വേണ്ടി ഒരു ആപ്പ് ഇറക്കുകയാണ്. ഈ ആപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആപ്പിൽ ഈ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളുണ്ട്, ക്വിസുകളുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് കളിച്ച് പഠിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഗെയിമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി തന്നെയാണ് ഇത്തരത്തിലൊരു ആപ്പ് രൂപകൽപ്പന ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ ആപ്പിലൂടെ പല ടെസ്റ്റുകൾ നമുക്ക് നടത്താൻ കഴിയും. കോളേജുകളിൽ 1000 കുട്ടികളിലധികം വിദ്യാർത്ഥികളുള്ള കോളേജുകളിൽ ഈ ആപ്പ് വഴി ടെസ്റ്റുകൾ നടത്തും എന്നും മന്ത്രി പറയുന്നു. മാത്രമല്ല ഈ ടെസ്റ്റുകൾ പാസ്സാകുന്നവർക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റും ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർക്ക് ഇത്തരത്തിൽ ഈ ടെസ്റ്റ് പാസ്സായ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മോട്ടോർ വാഹന വകുപ്പുകളിൽ ഒരു സ്ക്രീൻ തന്നെ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കാരണം നമ്മൾ ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ തത്സമയം എന്തൊക്കെയാണ് നിങ്ങൾ നടത്തിയ നിയമലംഘനം, നിങ്ങളെ പിഴ ഇത്ര രൂപ അടയ്ക്കണം എന്ന് കാണിക്കുന്ന ഡിസ്പ്ലേ ബോർഡുകൾ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങൾക്ക് പിന്നിൽ വരുന്നു എന്നുള്ളതാണ്. കാരണം ലൈൻ ട്രാഫിക്കിനെ കുറിച്ച് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് പഠിപ്പിക്കാൻ കുറച്ച് വൈകി എന്നുള്ളതാണ് വാസ്തവം. താങ്ക് യു അഷിൻ ഡിയാഗോ. റോഡിലൂടെ എല്ലാവർക്കും നല്ല സ്മൂത്ത് ആയിട്ട് ദുബായിലൊക്കെ പോകുമ്പോൾ അവിടെ യാത്ര ചെയ്താൽ മതിയോ നന്നായിട്ട്. നമുക്ക് കേരളത്തിലും അതുപോലെ യാത്ര ചെയ്യണമെന്നൊരു മോഹം ഉണ്ടാകില്ലേ മനസ്സിൽ? ആ മോഹത്തിലേക്ക് നമുക്ക് വരാം.